വിദ്യാർത്ഥി പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എവിടെ ചെന്നാലും ഞാനെപ്പോഴും പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് തന്നെ പറയുന്നത് ABP എന്ന് പറയുന്നൊരു ഒരു വികാരം അത് പലയിടത്തും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നൊരു വികാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും അതുണ്ട്. എവിടെ ചെന്നാലും ABP എന്നുള്ളൊരു ചിന്ത, പ്രത്യേകിച്ച് ABP പ്രവർത്തിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ കളിയാക്കാം, നിങ്ങൾ പഴയ ABPക്കാരാണല്ലോ, അപ്പോൾ പിന്നെ ഭയങ്കര ബന്ധമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ABP ആയിരുന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ എങ്കിലും ഇതൊരു, അതായത് ഫുൾ ടൈമേഴ്സായിട്ട് നിന്നവർ, ഒരുപാട് കാലം സംസ്ഥാന തലത്തിലുമൊക്കെ പ്രവർത്തിച്ചവർ, അവരെവിടെ ചെന്നാലും ആ ഒരു സംസാരം പെട്ടെന്ന് തന്നെ ആ ABP സംസാരത്തിലേക്ക് പോകും, അവരുടെ പഴയ കാലം. അത് പല സമയത്തും നമ്മൾ ഈ ഇപ്പോഴുള്ള വലിയ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമല്ലോ. മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണും. ഭാസ്കര്യത്തിലൊക്കെ വെച്ച് ചിലപ്പോൾ ഒരുമിച്ച് കാണും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ വട്ടം കൂടി എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലർ പറയും അത് ABPക്കാരാണ്, പഴയ ABPക്കാരെല്ലാവരും കൂടെ ഇരുന്ന് വട്ടം കൊണ്ട്. അപ്പോൾ ഒരുപാട് കഥകൾ പറയാനും ഒരുപാട് പരസ്പരം കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവിടെയാണ് നമ്മൾ നർമ്മത്തിൽ ഇതെല്ലാം കൊണ്ടു നടക്കുന്നത്. പിന്നെ അതൊരു വിദ്യാർത്ഥി കാലം, അതൊരു വലിയ കാലമാണ്. അതെ, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടവർ എപ്പോഴും ആ റിലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അതിലൊരു ഊഷ്മളമായ ബന്ധമാണ്. അതെ അതെ. അത് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്, അത് നേരത്തെ പറഞ്ഞു, കുറച്ച് നാൾ മറ്റ് ജോലികളിലേക്ക് പോയി, അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. BJPയിലേക്കാണോ വരുന്നത് അതോ യുവമോർച്ച? ഞാൻ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ വരുന്നത്, എറണാകുളം ജില്ലയിൽ. അന്ന് നെടുമ്പാശ്ശേരി രവിചേട്ടൻ ജില്ലാ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് P. കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ, അദ്ദേഹം തന്നെയാണ് ഈ വിദ്യാർത്ഥി വിഷയത്തിൽ ആദ്യം എന്നെ കാണാൻ വന്ന ഒരു സംസ്ഥാന നേതാവ്. അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് BJPയിലേക്ക് അടുപ്പിച്ചത്. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടുത്ത വർഷം. ഇപ്പോൾ ഈ നമ്മളിപ്പം നേരത്തെ സംസാരിച്ചിരുന്നത് ഒരു 25 വർഷം മുന്നത്തെ കാലമാണ്. അന്ന് എനിക്ക് തോന്നുന്നത് വാജ്പേയി അധികാരത്തിൽ വരുന്ന, അല്ലെങ്കിൽ BJPക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടിക്കൊണ്ട് തുടങ്ങുന്നൊരു കാലം, അതായത് 96, പിന്നെ 13 ദിവസത്തെ മന്ത്രിസഭ, പിന്നെ അത് കഴിഞ്ഞ് 13 മാസത്തെ മന്ത്രിസഭ, അത് കഴിഞ്ഞ് 99 പൂർണ്ണമായിട്ടും സഖ്യകക്ഷികളോട് ചേർന്നുള്ള ഭരണം. പക്ഷേ അന്നൊന്നും ഇങ്ങനെ ഒരു അധികാരത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള പ്രസ്ഥാനം ഇത്രയും കയറി വരുമെന്നോ ഉള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വിചാരമില്ല. നമ്മൾ ഈ വിദ്യാർത്ഥി പരിഷത്തായിട്ട് നടക്കുമ്പോഴും ഫുൾ ടൈമറായിട്ട് നടക്കുമ്പോഴും ഒന്നും ഈ പാർട്ടി അധികാരത്തിൽ വരുമെന്നോ ഈ പാർട്ടി എന്തെങ്കിലും ഈ നാട് ഭരിക്കുമെന്നോ ഒരു ഭരിക്കുമെന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹമോ ആശയം മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അന്ന് ചിന്തിക്കാൻ പറ്റുമോ 3 MLA കേരളത്തിൽ ജയിക്കുമെന്ന്? എങ്ങനെ ചിന്തിക്കാൻ പറ്റും? തൊട്ടടുത്തെങ്കിലും വാർഡ് മെമ്പർമാരില്ല, സ്ഥാനാർത്ഥിയില്ല. ആകെ ഒരു സരോജിനിയമ്മ ടീച്ചറാണ് ഞങ്ങളുടെ അടുത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ആ ടീച്ചറാണ് കുറേ കാലമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല BJPയിൽ. അങ്ങനത്തെ ഒരു കാലഘട്ടം പോവല്ലേ. പിന്നെ സ്ഥിരമായിട്ട് കുറേ പേരുണ്ട് സ്ഥാനാർത്ഥികളായിട്ട്. അപ്പം അതിൽ നിന്നൊക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ കണ്ടത്, ഇപ്പോഴാണെങ്കിലും അന്നാണെങ്കിലും കാണുന്നത്, നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു, നമ്മൾ പരാജയപ്പെട്ടു. അന്നൊക്കെ സ്ഥിരം പരാജയമാണല്ലോ. അപ്പോൾ പരാജയപ്പെട്ടുകൊണ്ട് നമുക്ക് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നൽ തോന്നും, ഞാനെങ്ങാനും അല്ലെങ്കിൽ മറ്റേ ചേട്ടനെങ്ങാനും ജയിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും നമ്മളോട് വോട്ട് ചെയ്യാന്നല്ലേ പറയുന്നത്, ആരും ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് പരാജയം സംഭവിക്കും. പക്ഷെ പരാജയം സംഭവിച്ചാലും ആദ്യത്തെ ഒരു 2 ദിവസമൊക്കെ ദുഃഖവും, പിന്നെ അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ പുറത്തിറങ്ങുമ്പോൾ BJPക്കാരനെ കളിയാക്കി കൊല്ലുകയാണ്. നാട്ടിലിറങ്ങാൻ പറ്റില്ല, ചായക്കടലൊന്നും പോയി ഇരിക്കാനേ പറ്റില്ല. ട്രോളി നമ്മളെ നശിപ്പിക്കും. തിരഞ്ഞെടുപ്പ് തോറ്റിട്ടും കൂടെയുള്ള പിറ്റേ ദിവസമാണെങ്കിൽ ഇപ്പോൾ ഈ ബ്രസീലിൻ്റെ ജേഴ്സി അടിഞ്ഞിട്ട് നടന്നവർ തോറ്റിട്ട് പിറ്റേ ദിവസം വീട്ടിലിരിക്കില്ലേ? അർജൻറ്റീനയുടെ ജേഴ്സി ഇടണോ അതോ ഇംഗ്ലണ്ടിൻ്റെ ഇടണോ സ്പെയിനിൻ്റെ ഇടണോ എന്ന് ആലോചിച്ചിരിക്കുക. ഇനിയിപ്പോൾ ആരുടെ കൂടെ കൂടും എന്ന് ആലോചിച്ചിരിക്കുന്നവനെ പോലെ നമ്മളിരിക്കുക. പണ്ടാരം റോട്ടിൽ ഇനിയിപ്പോൾ കടയിൽ പോയി എന്ത് പറയും, ഇന്ന് മുഴുവൻ എന്നെ കൊല്ലുമല്ലോ എന്ന് ഓർത്തിരിക്കുക. 2 ദിവസമൊക്കെ പോവാതൊക്കെ ഇരിക്കും, ഇങ്ങനെ തെന്നി മാറിയൊക്കെ നടക്കും. പിന്നെ നമ്മൾ അറിയാതെ ഇറങ്ങിപ്പോവും. അന്ന് നമ്മുടെ കാര്യം പോക്കാം. നമ്മൾ അന്ന് ഇവർ വറുത്ത് പോരും. നമ്മൾ ആ ദിവസവും കഴിയും, സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ചെറിയ കാലഘട്ടം കഴിയുമ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രവർത്തകർ
ആത്മവിശ്വാസത്തോടുകൂടി വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങും. അത് ഈ പാർട്ടിയെ കണ്ട് ഈ പാർട്ടിയെ എതിർക്കുന്നവർ അത് കണ്ടൊന്ന് പഠിക്കണം. നിങ്ങൾക്ക് ഞങ്ങളെ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു പരാജയത്തിൻ്റെ ഒരു ചെറിയ ക്ഷീണം തരും. പക്ഷേ ഉണ്ടല്ലോ, ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിനും ഇരട്ടി ശക്തിയോടെ അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി ഇറങ്ങാൻ കഴിവുള്ളൊരു പ്രവർത്തക സമൂഹമാണ് കേരളത്തിലുള്ളത്. ഇത് നമുക്ക് തരുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അവരുടെ ആത്മവിശ്വാസമാണ്. അടുത്ത പഞ്ചായത്ത് ധർണയ്ക്ക് എല്ലാവരും വന്ന് നിൽക്കുക. കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുമ്പ് തോറ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെങ്ങനെ റോഡിലിറങ്ങി കിടക്കുന്നൊക്കെ ചോദിച്ചവരാണ് വന്ന് നിൽക്കുന്ന മൈക്കിന് മുമ്പിൽ നിന്ന് വീണ്ടും പ്രോഗ്രാം നടത്തുകയാണ്. നിരന്തരം പരിപാടികൾ, ഒരു പ്രശ്നവുമില്ല. നമ്മളിതിനെ നേരിടും, മറികടക്കും. ഈ ആത്മവിശ്വാസമാണ് ഈ പാർട്ടിയെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ BJP അല്ലെങ്കിൽ ആ സംവിധാനം തോറ്റ പോലെ വേറെ ആരും തോറ്റിട്ടുണ്ടോ? ഇപ്പോഴും തോക്കുമല്ലേ. ഞാൻ മൂവാറ്റുപുഴ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച നോമിനേഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് അത്ര സ്വാധീനമൊക്കെ ഉള്ളൂ. അന്ന് നോമിനേഷൻ കൊടുത്തിട്ട് വന്ന പത്രസമ്മേളനത്തിലും നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. നമ്മൾ ഒരടി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളത് മുന്നോട്ട് തന്നെ വയ്ക്കും. ആ മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ സാഹചര്യങ്ങൾ എല്ലാവരും കൂട്ടായൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മുന്നോട്ട് പോകുന്നത് പാർട്ടിയെ പുറകോട്ട് വലിക്കാനോ അതൊന്ന് തടഞ്ഞു നിർത്താനോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാത്ത വണ്ണം ആത്മവിശ്വാസമുള്ളൊരു വലിയ പ്രവർത്തന സമൂഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ട്. ഈ ഒരു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിജയങ്ങൾ അതൊക്കെ ഈ പ്രവർത്തക സമൂഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ എനിക്ക് തോന്നുന്ന ജനസംഘം ഉണ്ടായിരുന്ന കാലത്തെ തലമുറയുടെ ആളുകളൊക്കെ ഏകദേശം അവർ ഇപ്പം മൺമറഞ്ഞു. അത് കഴിഞ്ഞൊരു തലമുറയുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അപ്പോൾ നമ്മൾ കണ്ടത് ഒരു MLA, അത് കഴിഞ്ഞത് പോയി. അത് കഴിഞ്ഞുള്ള തലമുറ ഈ തലമുറയുടെ കാലഘട്ടത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ട്, നമ്മൾ തളർന്നിട്ടില്ല. ചെറിയ തളർച്ചകൾ ചില സമയത്തൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മളിതൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആ വളർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ആ തലമുറ ഇങ്ങനെ മൂന്നാമത്തെ തലമുറയുടെ ഏതാണ്ട് ഒരു അവസാന കാലഘട്ടം കഴിഞ്ഞ് അടുത്ത തലമുറ വന്ന് ഏറ്റെടുത്തുക. ഈ 4ാമത്തെ തലമുറ വന്ന് 5ാമത്തെ തലമുറയെ എല്ലാ തലമുറയ്ക്കും കാത്തിരിക്കാൻ, പ്രതിപക്ഷത്തിരിക്കാനോ 2 സീറ്റ് കിട്ടാനോ ഒന്നും കിട്ടാതിരിക്കാനോ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് അടുത്ത തലമുറയ്ക്ക് ഞങ്ങളിവിടെ അധികാരത്തിലെത്തണം. അങ്ങനെ എല്ലാ തലമുറയും ദുഃഖിച്ചിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിലൊക്കെ നമ്മൾ പലപ്പോഴും പഴയ ആളുകളുടെ അടുത്ത് നമ്മൾ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് പോകണം. ഈ പലപ്പോഴും സംഘടനയുടെ ഒരു രീതി പറയും, നേതാക്കന്മാർ നമ്മളെ വിളിച്ച് അവരോടൊപ്പം യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോഴാണ് ജീവിതാനുഭവങ്ങളും എന്തിനു മുമ്പുണ്ടായ കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരും. ഇത് കിട്ടി ആണ് നമ്മൾ വളർന്നു വരുന്നത്. അതാണ് ഈ കോൺഫിഡൻസ് ഒരു കാലത്തും മാറാത്തത്. അതിങ്ങനെ നിലനിൽക്കും.